നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. പച്ചളിപ്പുറത്തെ വീടുകയറി ആക്രമണം, 2 പേർ കൂടി പിടിയിൽ. പിടിയിലായത് കാവല്ലൂർ പച്ചളിപ്പുറം സ്വദേശികൾ. ഇടതുപക്ഷ കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ പുതുക്കാട് സെന്ററിൽ കർഷക സമരം നടത്തി. കേരള കർഷക സംഘം സംസ്ഥാന സമിതി അംഗം TA രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ നിർദ്ദേശിച്ച അടിയന്തര ചികിത്സ നിരസിച്ച് പിതാവ് വനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ആദിവാസി യുവതിക്ക് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഇടപെട്ട് ചികിത്സ ലഭ്യമാക്കി. ആനപ്പാന്തം ആദിവാസി കോളനിയിലെ ഗർഭിണിയായ യുവതിക്കാണ് ചികിത്സ ലഭ്യമാക്കിയത്. കൊടകര ഗ്രാമപഞ്ചായത്തിലെ ചിറക്കട ലിഫ്റ്റ് ഇറിഗേഷൻ പൈപ്പ് ലൈൻ ദീർഘിപ്പിക്കൽ പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ വെള്ളാനിക്കോട് RPS റോഡ് നവീകരിക്കുന്നു. നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. പച്ചളിപ്പുറത്ത് മാരകായുധങ്ങളുമായി 4ഓളം വീടുകളിൽ കയറി ആക്രമണം നടത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച സംഭവത്തിലെ 2 പേരെ കൂടി പുതുക്കാട് പോലീസ് പിടികൂടി. പച്ചളിപ്പുറം കിഴക്കൂട്ട് 48 വയസ്സുള്ള ചന്ദ്രൻ, കാവല്ലൂർ അയ്യഞ്ചിറ 27 വയസ്സുള്ള ആകർഷ് എന്നിവരെയാണ് പിടികൂടിയത്. ജനുവരി 11-നായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. പച്ചളിപ്പുറത്തുള്ള ഗീത പള്ളിപ്പ മഠത്തിൽ, ബബിത സുനിൽ ചീരമ്പത്ത്, ഷീജ പ്രദീപ് കിഴക്കൂട്ട്, പ്രീജു പട്ലിക്കാടൻ എന്നിവരുടെ വീടുകളിൽ മാരകായുധമായ വാളുമായി എത്തി ഭീഷണിപ്പെടുത്തുകയും വീടിന്റെ ജനൽ ചില്ലുകൾ അടിച്ചും പൊട്ടിച്ചും വാതിൽ തകർത്തും സംഘം അക്രമം നടത്തി. സംഭവത്തിലെ 1ഉം 2ഉം പ്രതികളായ പച്ചളിപ്പുറം അറയ്ക്കൽ വിശാഖ്, സന്തോഷ് എന്നിവരെ മുൻപ് അറസ്റ്റ് ചെയ്തിരുന്നു. ചാലക്കുടി DYSP R അശോകന്റെ മേൽനോട്ടത്തിൽ പുതുക്കാട് SHO സജീഷ് കുമാർ, SI വിനോദ്, GS CPO സജീവ്, CPOമാരായ ശ്രീജിത്ത്, സിനേഷ് എന്നിവരും ഉണ്ടായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കള്ളുഷാപ്പിലെ ജീവനക്കാരനെ തോക്കുകൊണ്ട് അടിച്ചു പരിക്കേൽപ്പിച്ച കുപ്രസിദ്ധ ഗുണ്ട വടിവാൾ വിപിൻ അറസ്റ്റിൽ. മുരിയാട് കള്ളുഷാപ്പിൽ വെച്ച് ഭക്ഷണം കഴിച്ചതിന്റെ പൈസ സംബന്ധിച്ച് ഷാപ്പ് ജീവനക്കാരനുമായുണ്ടായ തർക്കത്തെ തുടർന്ന് പിസ്റ്റൾ കൊണ്ട് അടിച്ചു പരിക്കേൽപ്പിച്ച കേസിലാണ് അറസ്റ്റ്. ഇയാൾക്കെതിരെ വിവിധ സ്റ്റേഷനുകളിലായി കഞ്ചാവ്, വധശ്രമം കേസുകളടക്കം 26ഓളം കേസുകളുണ്ട്. 4 റൗണ്ട് അടക്കം പിസ്റ്റളും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പിസ്റ്റളിന്റെ ഉറവിടം സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തിവരുന്നതായി പോലീസ് അറിയിച്ചു. ആളൂർ SHO മുഹമ്മദ് ബഷീറിന്റെ നേതൃത്വത്തിൽ ASI ധനലക്ഷ്മി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സതീഷ്, ജീവൻ, ഷാൻമോൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ സവീഷ്, അനീഷ്, ബിൽഹരി, മധു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഇടതുപക്ഷ കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ പുതുക്കാട് സെന്ററിൽ കർഷക സമരം നടത്തി. മോദിയെ പരാജയപ്പെടുത്തുക, ഇന്ത്യയെ രക്ഷിക്കുക, LDFന് വോട്ട് ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പരിപാടി. പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും കേരള കർഷക സംഘം സംസ്ഥാന സമിതി അംഗം TA രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. KM വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. MR രജിത്ത്, പത്മജാദേവി, ജോസ് തെക്കേത്തല, കാർത്തിക ജയൻ എന്നിവർ പ്രസംഗിച്ചു. ഡോക്ടർ നിർദ്ദേശിച്ച അടിയന്തര ചികിത്സ നിരസിച്ച് പിതാവ് വനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ആദിവാസി യുവതിക്ക് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഇടപെട്ട് ചികിത്സ ലഭ്യമാക്കി. മറ്റത്തൂർ പഞ്ചായത്തിലെ ശാസ്താംപൂവത്തുള്ള ആനപ്പാന്തം ആദിവാസി കോളനിയിലെ അയ്യപ്പന്റെ മകൾ 22 വയസ്സുള്ള നന്ദിനിക്കാണ് ചികിത്സ ലഭ്യമാക്കിയത്. 7 മാസം ഗർഭിണിയായ നന്ദിനിക്ക് ഹീമോഗ്ലോബിന്റെ അളവ് ഗണ്യമായി കുറവാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ചികിത്സ അത്യാവശ്യമാണെന്ന് കഴിഞ്ഞ ദിവസം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ നന്ദിനിയുടെ പിതാവ് ഇവർക്ക് ചികിത്സ ആവശ്യമില്ലെന്ന് പറഞ്ഞ് നന്ദിനിയെ 2 കൈ വനത്തിലെ കോണിവച്ചമ്പാറ എന്ന സ്ഥലത്തെ താൽക്കാലിക വാസസ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ഇതറിഞ്ഞ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി യുവതിയെ കണ്ടെത്തി ചികിത്സ ലഭ്യമാക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സഹായം തേടി കത്തു നൽകി. ഇതേ തുടർന്ന് വനപാലകരുടെ സഹായത്തോടെ മറ്റത്തൂർ പഞ്ചായത്ത് അംഗം ചിത്ര സുരാജിന്റെ നേതൃത്വത്തിൽ ആദിവാസി യുവതിയെ കൂട്ടിക്കൊണ്ടുവന്ന് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ ലഭ്യമാക്കി. പരിയാരം റേഞ്ച് ഡെപ്യൂട്ടി ഫോറസ്റ്റ് ഓഫീസർ K അനിൽകുമാർ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ ബിജു ജോർജ്, PB നീതു, വാച്ചർ S സുനിത,
ആരോഗ്യ പ്രവർത്തക സതി വിജയൻ എന്നിവരും ആദിവാസി യുവതിയെ വനത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന് ചികിത്സ നൽകിയ സംഘത്തിലുണ്ടായിരുന്നു. കൊടകര ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡിലെ ചിറക്കട ലിഫ്റ്റ് ഇറിഗേഷൻ പൈപ്പ് ലൈൻ ദീർഘിപ്പിക്കൽ പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, കൊടകര ബ്ലോക്ക് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ടെസി ഫ്രാൻസിസ്, ലിഫ്റ്റ് ഇറിഗേഷൻ പ്രസിഡന്റ് ഡേവിസ് കണ്ണമ്പള്ളി, വാർഡ് അംഗം CRX എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കൊടകര ഗ്രാമപഞ്ചായത്തിലെ 2022-23 വാർഷിക പദ്ധതികളിൽ ഉൾപ്പെടുത്തി 5,74,400 രൂപ ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതവും 1 ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്ത് വിഹിതവും ചെലവഴിച്ചുകൊണ്ടായിരുന്നു നിർമ്മാണം. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ 11ാം വാർഡിലുള്ള വെള്ളാനിക്കോട് RPS റോഡ് നവീകരിക്കുന്നു. റോഡിന്റെ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മേഴ്സി സ്കറിയ, സൈമൺ നമ്പാടൻ, കപിൽ രാജ്, സലീഷ് ചെമ്പാറ എന്നിവർ സന്നിഹിതരായിരുന്നു. 2022-23 സാമ്പത്തിക വർഷത്തെ മണ്ഡലം ആസ്തി ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ ചെലവിലാണ് നവീകരണം. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ്സ് അസോസിയേഷൻ നെന്മണിക്കര മേഖലാ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഹെൽത്ത് കാർഡ് മെഡിക്കൽ ക്യാമ്പ് ആമ്പല്ലൂരിൽ നടത്തി. KHRA യൂണിറ്റ് പ്രസിഡന്റ് ജോസഫ് കുഞ്ഞമര ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് സെക്രട്ടറി നാരായണൻ, സംഘാടക സമിതി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. തൊഴിലാളികൾക്ക് ഹെൽത്ത് കാർഡ് എടുക്കുവാനുള്ള സൗകര്യാർത്ഥമായിരുന്നു ക്യാമ്പ് നടത്തിയത്. കൊടകര ഗ്രാമപഞ്ചായത്ത് ഉപഭോക്തൃ സമിതിയുടെ നേതൃത്വത്തിൽ ലോക ഉപഭോക്തൃ ദിനാചരണം നടത്തി. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ സംസ്ഥാന ഡയറക്ടർ പ്രിൻസ് തെക്കൻ ഉദ്ഘാടനം നിർവഹിച്ചു. പുഷ്പാകരൻ തോട്ടുപുറം, പാലി ഉപ്പുംപറമ്പിൽ, ബാബു ഐസക് ആലപ്പാട്ട്, പോൾസൺ ആലപ്പാട്ട്, ജോസഫ് വർഗീസ് വെളിയത്ത് എന്നിവർ പ്രസംഗിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കി വരുന്ന ക്ലീൻ കൊടകര പദ്ധതിയുടെ ഭാഗമായി ബൊക്കാഷി ബക്കറ്റുകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ് ഉദ്ഘാടനം ചെയ്തു. സ്ഥിരം സമിതി അധ്യക്ഷ ദിവ്യ ഷാജു അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷ സ്വപ്ന സത്യൻ, അംഗങ്ങളായ KV നന്ദകുമാർ, MM ഗോപാലൻ, CRX പ്രനില ഗിരീശൻ, ഷീബ ജോഷി, TV പ്രജിത്ത്, ഷിനി ജയ്സൺ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സുനിൽ കുമാർ, നിർവഹണ ഉദ്യോഗസ്ഥരായ സന്തോഷ്, സുമ, ഹെൽത്ത് ഇൻസ്പെക്ടർ ലിതിൻ, ഹരിതകർമ്മസേന അക്കൗണ്ടന്റ് ഹഫ്സ എന്നിവർ പ്രസംഗിച്ചു. മുപ്ലിയം മുത്തുമല ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പൂയ മഹോത്സവത്തിന് കൊടിയേറി. ചടങ്ങിന് ക്ഷേത്ര മേൽശാന്തി സൂരജ് നേതൃത്വം നൽകി. ക്ഷേത്രം ഭാരവാഹികളും നാട്ടുകാരും സന്നിഹിതരായിരുന്നു. ഈ മാസം 20-നാണ് പൂയ മഹോത്സവം. 4 ദേശങ്ങളിൽ നിന്നും കാവടി ആഘോഷവും 1 ദേശത്തിന്റെ പൂരവും ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരും. പൂയാഘോഷത്തിന്റെ ഭാഗമായി സപ്താഹ പാരായണവും ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. വരന്തരപ്പള്ളി ശ്രീകണ്ഠേശ്വരം ശിവക്ഷേത്രത്തിലെ ഷഷ്ഠി മഹോത്സവം വെള്ളിയാഴ്ച നടക്കും. രാവിലെ 8:30 മുതൽ ക്ഷേത്രാങ്കണത്തിൽ ക്ഷേത്ര സെറ്റിന്റെ കാവടിയാട്ടവും ദേശപ്രദക്ഷിണവും ഉച്ചയ്ക്ക് 1 മുതൽ 2 വരെ ദേശക്കാരുടെ കാവടിയാട്ടവും ഉണ്ടായിരിക്കുന്നതാണ്. പെരുവനം ആറാട്ടുപുഴ പൂരത്തിൽ പ്രധാന പങ്കാളിയായ തൊട്ടിപ്പാൾ ഭഗവതിയുടെ പകൽ പൂരത്തോടനുബന്ധിച്ചുള്ള കാർത്തിക പുറപ്പാട് വെള്ളിയാഴ്ച നടക്കും. വിശേഷാൽ പൂജകളും വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന, പഞ്ചഗവ്യം, അത്താഴപൂജ, ശ്രീഭൂതബലി, തായമ്പക എന്നിവയും ഉണ്ടായിരിക്കും. 5 ഗജവീരന്മാരെ അണിനിരത്തി പുറത്തേക്ക് എഴുന്നള്ളിപ്പ് നടക്കും. പെരുവനം സതീശന്മാരുടെ പ്രാമാണികത്വത്തിൽ പഞ്ചാരിമേളം അരങ്ങേറും. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് 15ാം വാർഡിൽ ജില്ലാ പഞ്ചായത്ത് 10.1 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് നിർമ്മാണം പൂർത്തീകരിച്ച സ്നേഹതീരം സ്ട്രീറ്റ് റോഡിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച രാവിലെ 9:30 നടക്കും. ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് രാജറ്റ് ഉദ്ഘാടനം നിർവഹിക്കും. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിക്കും. കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ചാലക്കുടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ അധ്യാപകരെ താൽക്കാലികമായി നിയമിക്കുന്നു. ഹൈസ്കൂൾ വിഭാഗത്തിൽ മലയാളം മാനേജർ കം റെസിഡൻഷ്യൽ ട്യൂട്ടർ തസ്തികയിലും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഫിസിക്സ്, ഇംഗ്ലീഷ് വിഷയത്തിലും ദിവസവേതനാടിസ്ഥാനത്തിലാണ് നിയമനം. താമസിച്ച് പഠിപ്പിക്കാൻ താൽപ്പര്യമുള്ളവരെ അപേക്ഷിക്കാവൂ. ബയോഡാറ്റ, വയസ്സ്, ജാതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം ഏപ്രിൽ 15 മുൻപായി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ, മിനി സിവിൽ സ്റ്റേഷൻ ബിൽഡിംഗ്, 1ാം നില, ചാലക്കുടി 680307 എന്ന വിലാസത്തിൽ അപേക്ഷകൾ ലഭ്യമാകണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 048027206100. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6060 രൂപ, പവന് 48,480 രൂപ.
ആമ്പല്ലൂർ ഇരിഞ്ഞാലക്കുടക്കാരൻ നാണു അന്തരിച്ചു. 85 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കുഞ്ചിയാണ് ഭാര്യ. മനോഹരൻ, ശശി, ഗീത എന്നിവർ മക്കളാണ്. മണ്ണമ്പേട്ട തെക്കേക്കര വാളൂരാൻ കൊച്ചു ദേവസി അന്തരിച്ചു. 82 വയസ്സായിരുന്നു. കൊച്ചു തെരേസിയാണ് ഭാര്യ. ബെറ്റി, ബെൻസൺ, ബിന്ദു, ബിജു എന്നിവർ മക്കളും. ചാക്കുണ്ണി, സിനി, ബെന്നി, ജിൻസി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. പച്ചളിപ്പുറത്ത് വീടുകയറി ആക്രമണം. 2 പേർ കൂടി പിടിയിൽ. പിടിയിലായത് കാവല്ലൂർ പച്ചളിപ്പുറം സ്വദേശികൾ. ഇടതുപക്ഷ കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ പുതുക്കാട് സെന്ററിൽ കർഷക സമരം നടത്തി. കേരള കർഷക സംഘം സംസ്ഥാന സമിതി അംഗം TA രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ നിർദ്ദേശിച്ച അടിയന്തര ചികിത്സ നിരസിച്ച് പിതാവ് വനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ആദിവാസി യുവതിക്ക് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഇടപെട്ട് ചികിത്സ ലഭ്യമാക്കി. ആനപ്പാന്തം ആദിവാസി കോളനിയിലെ ഗർഭിണിയായ യുവതിക്കാണ് ചികിത്സ ലഭ്യമാക്കിയത്. കൊടകര ഗ്രാമപഞ്ചായത്തിലെ ചിറക്കട ലിഫ്റ്റ് ഇറിഗേഷൻ പൈപ്പ് ലൈൻ ദീർഘിപ്പിക്കൽ പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ വെള്ളാനിക്കോട് RPS റോഡ് നവീകരിക്കുന്നു. നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.